ഈ ഒരു മനുഷ്യനെ തൊട്ട് കഴിഞ്ഞാൽ ആയത്തുള്ള ഖൊമൈനിനെ തൊട്ട പോലെ ആയിരിക്കത്തില്ല അമേരിക്ക ചിലപ്പം ചാമ്പലായി പോവും. അമേരിക്ക തന്നെ ചാമ്പലായി പോവും. ഇപ്പോൾ ആയത്തുള്ള അലി ഖൊമൈനിനെ തൊട്ട സമയത്ത് US-ന്റെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള കുറേ ബേസുകൾക്കൊക്കെയാണല്ലോ അറ്റാക്ക് വന്നത്. പക്ഷേ ഈ മനുഷ്യനെ തൊട്ടാൽ US തന്നെ ചിലപ്പം ചാമ്പലായി പോവാൻ സാധ്യതയുണ്ട്. പറഞ്ഞു വരുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല, നോർത്ത് കൊറിയയുടെ സുപ്രീം ലീഡർ കിം ജോങ് ഉന്നിനെ കുറിച്ചാണ് പറയണേ. അതായത് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുകയും ആയത്തുള്ള അലി ഖൊമൈനിനെ കൊല്ലുകയും ചെയ്ത സമയത്ത് അതിനുശേഷം നടന്നിട്ടുള്ള ഈ സംഭവവികാസങ്ങൾക്കിടയിലൊക്കെ കിം ജോങ് ഉന്നും നോർത്ത് കൊറിയയും പറയുന്നൊരു കാര്യമുണ്ട്. അവരൊരിക്കലും അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ നിന്നും പുറത്തോട്ട് പോകത്തില്ല. അവരെ മേലെ ഒരു സാങ്ഷനും ഏർപ്പെടുത്താനും അവർ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ആ അമേരിക്കയോട് ഒരു കാരണവശാലും ഈ ന്യൂക്ലിയറിന്റെ കാര്യത്തിൽ അടിയറ വെക്കത്തില്ല എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ കുറച്ച് ന്യൂസ് വരുന്നത്. ഇത് ഓൾറെഡി ഈ എയറിൽ ഉണ്ടായിരുന്ന ന്യൂസ് ആണെങ്കിൽ കൂടെ ഇപ്പൊ വീണ്ടും ആ ന്യൂസ് വരുന്നുണ്ട്. അതായത് കിം ജോങ് ഉന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾക്കെതിരെ ന്യൂക്ലിയർ മിസൈൽ ലോഞ്ച് ചെയ്യും എന്നുള്ള പരിപാടി. അതായത് ഇറാന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയത്തുള്ള അലി ഖൊമൈനിയും ഒരു സുപ്രീം ലീഡറാണ്, അതേപോലെ തന്നെ കിം ജോങ് ഉന്നും ഒരു സുപ്രീം ലീഡറാണ്. അപ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനും വളരെ ഈസി ആയിട്ട് ചെന്ന് ആയത്തുള്ള അലി ഖൊമൈനിനെ വളരെ പ്രിസിഷൻ അറ്റാക്കിലൂടെ കൊല്ലപ്പെടുത്താൻ പറ്റി, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഭയം ആക്ച്വലി കിം ജോങ് ഉന്നിനും ഉണ്ട് എന്നുള്ളതാണ്. കിം ജോങ് ഉന്നിന് മാത്രമല്ല, പുള്ളിനെ പോലത്തെ പല ഏകാധിപതികൾക്കും ഇത്തരത്തിലുള്ള ഭയമുണ്ട്. പക്ഷേ അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന സാങ്ഷൻ പോലെയോ ഇറാനെതിരെ നടത്തുന്ന അറ്റാക്കുകൾ പോലെയോ നോർത്ത് കൊറിയക്ക് നേരെ നടത്തുന്നില്ല എന്നുള്ളതും കൂടെ നമ്മളിവിടെ കാണണം. അപ്പോൾ ആ ഒരു ഭീഷണീനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും കാരണവശാല് അമേരിക്കയോ ഇസ്രായേലോ യൂറോപ്പോ നാറ്റോയോ കിം ജോങ് ഉന്നിനെ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അസാസിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഇല്ലാണ്ടാക്കിയ രാജ്യത്തിന് നേരെ ന്യൂക്ലിയർ വാർഹെഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബാക്രമണം നടത്തും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇത് സത്യത്തിൽ ഒരു വല്ലാത്ത കവചം പുള്ളിയുടെ മേലെ തീർത്ത പോലെ തന്നെയാണ്. അതായത് ഇനി ചെന്ന് അങ്ങനെ അങ്ങ് തൊടാനോ അങ്ങനെ അങ്ങ് അറ്റാക്ക് ചെയ്യാനോ കിം ജോങ് ഉന്നിനെ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിനെല്ലാം നമ്മൾ മനസ്സിലാവുന്നത്. അപ്പൊ ഈ സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ഓട്ടോമാറ്റിക് വാർഹെഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അറ്റാക്ക് ഹാൻഡിലുകൾ, അത്തരത്തിലുള്ള ആശയങ്ങൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ചും കൂടെ പരിഷ്കരിച്ചിട്ടുള്ള രൂപമാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് വാർഹെഡിനെ അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡിനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാക്കിയെടുത്തേക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ഉണ്ടായിട്ടുള്ള വാറും ആ വാർ ഇപ്പോഴും നിലനിൽക്കുന്നതും അതിപ്പോഴും ഒരു സീസ് ഫയറിലൂടെയാണ് കടന്നു പോകുന്നുള്ളത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിന്റെ ബേസിൽ ഈ പറയുന്ന നോർത്ത് കൊറിയക്കെതിരെ അമേരിക്ക പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിൽ ഒരിക്കലും അവർക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇറാനെ പോലെ തന്നെയാണ്. അതായത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് അവർ പുറത്താണ്. പിന്നെ ഉള്ളത് ഓയിൽ ഇമ്പോർട്ട് നടത്താൻ പറ്റത്തില്ല, വെപ്പൺ ട്രേഡ് നടത്താൻ പറ്റത്തില്ല, ടെക്നോളജി ഇമ്പോർട്ട്സ് നടത്താൻ പറ്റത്തില്ല, ലക്ഷറി ഗുഡുകൾ അവിടെ എത്തിക്കാൻ പറ്റത്തില്ല, ഷിപ്പിംഗ് ആൻഡ് എക്സ്പോർട്ടും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു രാജ്യത്തിനെ സാമ്പത്തികമായിട്ടും പല തരത്തിൽ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള സാങ്ഷൻസ് ആണ് ആർക്കെതിരെ ഉള്ളത്? നോർത്ത് കൊറിയക്കെതിരെ ഉള്ളത്. പക്ഷേ എല്ലാ മാസവും നോർത്ത് കൊറിയയിൽ നിന്ന് ഒരു ന്യൂസ് വരും, അവര് അടുത്ത 10,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ പരീക്ഷിച്ചു. അതേപോലെ തന്നെ അടുത്ത 1000 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന ക്രൂസ് മിസൈലുകളെ പരീക്ഷിച്ചു. സിയോൾ വരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രൂസ് മിസൈലുകളെ പരീക്ഷിച്ചു. മെനൂവറബിലിറ്റി കൂടുതലുള്ള പുതിയ തരം മിസൈലുകളെ ലോഞ്ച് ചെയ്തു. അതായത് ഈ കണ്ട ഉപരോധങ്ങളിലൂടെ എല്ലാം പോകുന്ന ഒരു രാജ്യമാണ് ഇത്തരത്തിലുള്ള മിസൈലുകൾ കൂടുതൽ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ കൂടുതൽ ന്യൂക്ലിയർ വെപ്പണുകളെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നോർത്ത് കൊറിയയുടെ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത്
കംപ്ലീറ്റ്ലി ചൈനയോട് എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നല്ല, ചൈനയുടെ അതിർത്തിയാണ് അതിന്റെ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത്. കുറച്ച് ഭാഗം റഷ്യയുടെയും കൂടെ അതിർത്തിയാണെന്നുള്ളതാണ്. ചൈനയായിട്ട് ഡയറക്റ്റ് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തിന്റെ മേലെ എന്ത് തരം ഉപരോധം അമേരിക്ക ഏർപ്പെടുത്താനാണെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇറാനെതിരെ ഓയിൽ എക്സ്പോർട്ടിനും ഉള്ള ഉപരോധം ഉണ്ട്. അതായത് ഈ പറയുന്ന ഓയിലിന്റെ മണി ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അവർ ഗോസ്റ്റ് ഫ്ലീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും ആ ഉപരോധങ്ങൾക്ക് പുല്ല് വില കൽപ്പിച്ച് ചൈന അവിടുന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. നമുക്കറിയാം, ചൈനയായിട്ട് ഒരു തരത്തിലും അതിർത്തി പങ്കിടാത്ത ഒരു രാജ്യമാണ് ഈ ഇറാൻ എന്ന് ആലോചിക്കണം. ചൈനയുടെ ഇറാന്റെ ഇടയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിട്ട് കൂടെ ചൈനക്ക് അത്രമേൽ ഇൻഫ്ലുവൻസ് അവിടെ ചെലുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം നോർത്ത് കൊറിയ ആയിരിക്കെ ഇവർക്ക് ഏതെങ്കിലും അസംസ്കൃത വസ്തുക്കൾക്കോ ഫുഡിനോ ഓയിലിനോ ഇലക്ട്രിസിറ്റിക്കോ എന്തിൻ്റെങ്കിലും ഒരു കുറവ് ഈ സാങ്ഷൻസ് മൂലം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാനേ പറ്റത്തില്ല. ആ സാങ്ഷൻസ് എല്ലാം പേപ്പറിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് റഷ്യയായിട്ടും ഇവര് അതിർത്തി പങ്കിടുന്നുണ്ട്. റഷ്യയായിട്ടും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ള രാജ്യം കൂടിയാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. നോർത്ത് കൊറിയയിലെ ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്മെന്റിനെ ഇല്ലാതാവുന്ന ഒരു സർക്കംസ്റ്റാൻസസും ഒരു സിറ്റുവേഷനും ബേസിക്കലി ചൈന അനുവദിക്കത്തില്ല. അതിന് ചൈനക്ക് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. കാരണം സൗത്ത് കൊറിയയിൽ ഓൾറെഡി US ബേസ് ഉള്ളപ്പോൾ US ചൈനയോട് മാറ്റി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അലയായിട്ട് നോർത്ത് കൊറിയ അവിടെ വേണം എന്നുള്ളതും കൂടെ കാണണം. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ന്യൂസ് വരുന്നത്. ഈ പറയുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് കിം ജോങ് ഉൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂക്ലിയർ വാർ ഹെഡ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മിസൈല് അമേരിക്കക്ക് നേരെ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നതെന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഡെഡ് ഹാൻഡ് അല്ലെങ്കിൽ ഫെയിൽഡ് ഡെഡ്ലി സിസ്റ്റം മാതൃക. ഇത് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു മാതൃകയാണ്. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിലാണ് ഈ ഡെഡ് ഹാൻഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു മാതൃക ഉണ്ടായിരുന്നത്. അതായത് മുകളിലുള്ള കമാൻഡ് സെന്ററിൽ നിന്ന് സിഗ്നൽ താഴത്തെ കമാൻഡുകളിലോട്ട് വരാതിരിക്കുക. അതായത് ടോപ്പ് മോസ്റ്റ് അതോറിറ്റിന്ന് താഴോട്ട് കമാൻഡ് ഒന്നും വരാണ്ടിരിക്കുക. രണ്ടാമത്തത് ആണവ ആക്രമണത്തിന്റെ തെളിവുകൾ കിട്ടുക. ആണവാക്രമണം നടത്തി അതിന്റെ തെളിവുകൾ കിട്ടുക. മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ മുഴുവൻ തകരുക. അതായത് ഒരു യൂണിറ്റിനും വേറൊരു യൂണിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റാത്ത സ്ഥിതിവിശേഷം വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ കമാൻഡിങ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാർക്ക് ഈ ന്യൂക്ലിയർ മിസൈലിനെ ലോഞ്ച് ചെയ്യാമെന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് താഴെ കമാൻഡർമാർക്ക് സ്വയം മിസൈല് ലോഞ്ച് ചെയ്യാനുള്ള അനുമതി നൽകുക. ഇതാണ് ഈ ഡെഡ് ഹാൻഡ് അല്ലെങ്കിൽ ഫെയിൽ ഡെഡ്ലി സിസ്റ്റം എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് മാതൃക എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും AI ടൂളുകൾ ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്ക് അല്ല. കാരണം അത് എന്ന് പറയുന്നത് ചിലപ്പോൾ സിസ്റ്റം തകരാറ് മൂലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് മൂലോ ഏതെങ്കിലും തരത്തിലുള്ള ജാമിങ് മൂലോ ഒക്കെ ചിലപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സാധനം ലോഞ്ച് ചെയ്തേക്കാം. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡെഡ് ആൻഡ് അല്ലെങ്കിൽ ഫെയിൽഡ് ഡെഡ്ലി സിസ്റ്റം മാതൃകേനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷനും തകർന്നു. അപ്പോൾ ഏറ്റവും താഴെയുള്ള കമാൻഡ് സിസ്റ്റത്തിന് മനസ്സിലാവുകയാണ് നമ്മുടെ എല്ലാം തകർന്നിട്ടുണ്ട്, എനിമി നമ്മളെ നന്നായിട്ട് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള അവസ്ഥയിലോട്ട് വരുന്ന സമയത്ത് താഴത്തെ കമാൻഡർമാർക്ക് സ്വയം മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള അനുമതിനെയാണ് ഈ പറയുന്ന ഫെയിൽ ഡെഡ്ലി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് കൊറിയ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം ആണെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത സിസ്റ്റം ഇവർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് പ്രീ ഡെലിഗേറ്റ് ലോഞ്ച് അതോറിറ്റി എന്നുള്ളതാണ് അടുത്ത സിസ്റ്റം ആയിട്ട് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഫെയിൽഡ് ഡെഡ്ലി മാതൃകേനേക്കാളും കൂടുതലായിട്ട് കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധമുള്ളത്, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുന്നത് ഇതാണെന്നാണ് പറയുന്നത്. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ചില സൈനിക ജനറൽമാർക്കും മിസൈൽ യൂണിറ്റുകൾക്കും കിങ് മരിച്ചാൽ ബന്ധം നഷ്ടമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിങ് മരിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള രഹസ്യ നിർദ്ദേശം നൽകുക. ഇതാണ് അടുത്ത മാതൃക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നേരത്തെ ഈ പറയുന്ന ന്യൂക്ലിയർ ആക്രമണത്തിന്റെ ഒരു തെളിവ് കിട്ടണമെന്നില്ല, അതേപോലെ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും തകരണമെന്നില്ല, അതേപോലെ തന്നെ കമാൻഡ് സെന്ററുകൾക്ക് കമാൻഡ് കിട്ടണമെന്നില്ല. കിം ജോങ് ഉൻ മരിച്ചു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ ഈ പറയുന്ന ജനറൽമാർക്ക് ന്യൂക്ലിയർ മിസൈലിനെ ലോഞ്ച് ചെയ്യാനുള്ള നിർദ്ദേശം കിട്ടുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് അവർ പോവുക. ഇതാണ് കുറച്ചും കൂടെ കൊറിയയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന ജനറൽമാർക്കിടയിലാണെന്നുണ്ടെങ്കിലും പട്ടാളത്തിലാണെന്നുണ്ടെങ്കിലും കിങ്ങിന്റെ വിശ്വസ്തന്മാർക്കല്ലാതെ അവിടെ ഒരു ആക്സസും ഇല്ല.
അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം കിങ്ങിന്റെ വിശ്വസ്തരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്. പിന്നെ ഉള്ളത് ഓട്ടോമേറ്റഡ് സെൻസറി സിസ്റ്റമാണ്. റഡാർ, അതേപോലെ തന്നെ സീമിക് സെൻസറുകൾ, അതേപോലെ തന്നെ കമാൻഡ് നെറ്റ്വർക്കിംഗ് മോണിറ്ററിംഗ് സിസ്റ്റങ്ങൾ, ബങ്കർ കമ്മ്യൂണിക്കേഷൻ പരിശോധന, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പണെ ലോഞ്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ കൊറിയ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇന്ന് ലോകത്ത് ആർക്കും അറിഞ്ഞൂടാ. കൊറിയയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞാൽ മാത്രമേ അതിനെ ഒരു അറ്റാക്കിന് മുന്നേ ഇയർലി ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൊറിയയിൽ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ പുറത്ത് വരത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന ആയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കിങ്ങിനെ ഇല്ലാണ്ടാക്കാനെങ്കിൽ ആ പ്ലാൻ ഇതോടുകൂടെ പെട്ടി മടക്കി വെക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കാരണം ഇത് അത്യധികം ഡെഡ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറാൻ ആ വാറിനെ എക്കണോമിക് വാറായിട്ട് കൺവേർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ കിങ് ഇതിനെ മാറ്റുന്നത് ന്യൂക്ലിയർ വാറിലോട്ടാണ്. അമേരിക്ക തന്നെ, ലോകം തന്നെ ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷനിലോട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. പല തരത്തിലും സ്ഥിരീകരിക്കാത്ത പല തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൊറിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് മാത്രമല്ല, ഇവര് പല തരത്തിലുള്ള എത്ര 10,000 ദൂരം സഞ്ചരിക്കാൻ പ്രാപ്തിയായിട്ടുള്ള അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ SRBM എന്ന് പറയുന്ന അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ KN-23, KN-24 ഏകദേശം 400 മുതൽ 800 കിലോമീറ്റർ വരെ ഷോർട്ട് റേഞ്ചിൽ സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ള മിസൈലുകൾ ഇവരുടെ കയ്യിലുണ്ട്. അതായത് ഇപ്പോൾ സൗത്ത് കൊറിയയിലുള്ള US മിലിറ്ററി ബേസുകളൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മിസൈലുകളാണ് ഈ പറയുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ്. അതായത് ഹാസോങ് 12 പോലെയുള്ള മിസൈലുകൾ. ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഏകദേശം 4500 കിലോമീറ്റർ ആണ്. അതായത് 4500 കിലോമീറ്റർ ദൂരം ഒരു മിസൈലിന് സഞ്ചരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്തൊക്കെ ഒരു ന്യൂക്ലിയർ വെപ്പൺ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യധികം ഡെഡ്ലി ആണ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളാണ്. അതായത് ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ച് പോവാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അത്ര ദൂരപരിധിയുള്ള മിസൈലുകൾ. ഹാസോങ് 15, ഹാസോങ് 17, ഹാസോങ് 18 പോലെയുള്ള മിസൈലുകൾ ഏകദേശം 10,000 കിലോമീറ്ററിനും അപ്പുറത്തേക്കുള്ള ദൂരത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന മിസൈലുകളാണ് ഈ പറയുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത്. ഇറാന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതായത് നമ്മളൊരു പ്രെസിഷൻ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മാങ്ങക്ക് കല്ലെറിയുന്ന സമയത്ത് ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഇവിടുന്ന് എറിയുമ്പോൾ ആ കൊടുക്കുമ്പോഴുള്ള ഫോഴ്സ് മതി, പിന്നെ അത് അവിടെ ചെന്ന് വീഴും. അതേപോലെയാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ബേസിക്കലി സഞ്ചരിക്കുന്നത്. അപ്പം 10,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ US എല്ലാ സിറ്റികളെയും ഈ നോർത്ത് കൊറിയക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. US തന്നെ ഈ മിസൈൽ റേഞ്ചിന്റെ ഉള്ളിൽ വന്നു എന്നുള്ളതാണ്. ഇറാന് പക്ഷെ അത്രയും ദൂരം സഞ്ചരിക്കാവുന്ന മിസൈലുകൾ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ നോർത്ത് കൊറിയയുടെ കാര്യം അങ്ങനെയല്ല. US എല്ലാ സിറ്റികളും ഈ പറയുന്ന നോർത്ത് കൊറിയയുടെ മിസൈൽ റേഞ്ചിനകത്താണ് US ഉള്ളത് എന്നുള്ളതാണ് ഈ പറയുന്ന ഇന്റർ കോണ്ടിനെന്റൽ മിസൈലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു 20 മിസൈൽ അങ്ങ് ഒരുമിച്ച് വിടുകയാണെന്ന് വിചാരിക്കുക. അതും തന്നെ ഇത്ര അധികം കിലോമീറ്റർ പറന്ന് വരുന്ന ഒരു മിസൈലിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 15 ഒക്കെ ആയിരിക്കും അതിന്റെ മാക്സ് സ്പീഡ് എന്ന് പറയുന്നത്. ചിലപ്പം അതിൽ കൂടുതലാവാം. അപ്പൊ ഈ താടും പാട്രിയോട്ടും കൊണ്ടൊന്നും ചെന്നിട്ട് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. മെനൂവറബിലിറ്റി ഒക്കെ ഉള്ള മിസൈൽ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. ചെന്ന് വീഴും, പിന്നെ മൊത്തത്തിൽ ചാമ്പലാവും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. പിന്നെ മാത്രമല്ല ഇവരുടെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഇറാന്റെ കയ്യിലുള്ളത് പോലെ തന്നെ നോർത്ത് കൊറിയയുടെ കയ്യിലും ഈ പറയുന്ന രീതിയിലുള്ള മിസൈലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര അധികം ഡെഡ്ലിയാണ് നോർത്ത് കൊറിയയുടെ കാര്യം എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോ കിമ്മിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കിം അതിനുള്ള റിട്ടാലിയേഷൻ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരാണോ ചെയ്തത് അവർക്ക് നേരെ ന്യൂക്ലിയർ വെപ്പൺ അങ്ങ് ലോഞ്ച് ചെയ്തേക്കാനാണ് പുള്ളി ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്.